ഫ്രണ്ട്സ്, വെൽക്കം ടു നവറാസ് കിച്ചൺ. അപ്പോൾ നവറാസ് കിച്ചൻ്റെ മറ്റൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ പറഞ്ഞ അളവനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ ഇതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. ഇവിടെ മക്കൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ എല്ലാവരും നവറാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ പുതിയ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ വലിയൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര കപ്പ് ചെറിയ ചൂടുള്ള പാല്. ആ ചെറിയ ചൂടുള്ള പാൽ എടുത്താലേ നമ്മൾ ഈസ്റ്റ് അതിൽ ആക്റ്റീവായി വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. തണുപ്പുള്ളത് ഒരിക്കലും എടുക്കരുത്. എന്നിട്ട് ഇതിലേക്ക് ഒരു കോഴിമുട്ട ഇട്ട് കൊടുക്കാം. അപ്പൊ 2 കപ്പ് മൈദയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ 2 കപ്പ് മൈദയിലേക്കുള്ള അളവാണ് ഈ പറയുന്നത്. അതിലേക്ക് വരുന്ന മാവിന് ആവശ്യമായ വെള്ളം എന്ന് പറയില്ല, ആ ഒരു രൂപത്തിൽ തയ്യാറാക്കി എടുക്കുന്നതാണ്. ഒരു കോഴിമുട്ട ചേർത്ത ശേഷം ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കുക, അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട എടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ഈസ്റ്റ് ഉണ്ട്. 1.5 ടീസ്പൂൺ ഈസ്റ്റ് ഉണ്ട്. ഓക്കെ, അതും കൂടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ആ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇത്രയാണ് നമ്മൾ ഈ ഉപയോഗിക്കുന്ന 2 കപ്പ് മൈദയിലേക്കുള്ള അളവ്. അതുപോലെ തന്നെ ഞാനൊരു ടേസ്റ്റിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ മതി. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ മിക്സ് ആക്കി എടുത്തിട്ടുള്ള ഈ ഒരു മിക്സിന് നമ്മളൊരു 15 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കണം. എന്നിട്ടാണ് നമ്മൾ മൈദയിലേക്ക് ചേർത്തിട്ട് മിക്സ് ആക്കി തുടങ്ങേണ്ടത്. അതിനെ മാവാക്കി ഉണ്ടാക്കി വരുമ്പോഴത്തിന് ആ ഒരു നേരം നമ്മൾ കുറച്ച് നേരം ഇതിനെ എടുത്തു വെക്കണം. ഓക്കെ, ഇപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് അടച്ചിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ മൈദയിലേക്ക് ഉപ്പിട്ടു. എന്നിട്ട് ഞാൻ ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഇതുപോലെ ഒരു ഫുഡ് പ്രോസസ്സറിൽ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് സാധാരണ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫുഡ് പ്രോസസ്സർ ഉള്ളത് കൊണ്ട് അതിൽ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുത്തത്. കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ ആ മൈദയും ഉപ്പും കൂടെ ഇട്ടത് നന്നായിട്ട് ആദ്യം ഒന്ന് നമുക്ക് അടിച്ചിട്ട് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് പിന്നീടാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ പറഞ്ഞ ബാറ്റർ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ബാറ്റർ മീൻസ് പാലും ഈസ്റ്റ്, കോഴിമുട്ട, ബട്ടർ, അതൊക്കെ കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ മിശ്രിതം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ആദ്യം നമുക്ക് നല്ല ലൂസ് പോലെ തോന്നിക്കും. പിന്നെ അത് നന്നായിട്ട് അടിച്ചെടുക്കുമ്പോഴാണ് അത് നല്ല ടൈറ്റ് ആയിട്ട് വരുന്നത്. ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇപ്പൊ ഇതിൽ നല്ല കയ്യിലൊട്ടുന്ന പരുവത്തിലാണ്. ഇങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ വലിക്കുമ്പോൾ വലിഞ്ഞു പോരുന്ന തരത്തിൽ തന്നെ ആയിരിക്കണം. ഇനി നമുക്കിതിനെ അതിന്ന് മിക്സിയിൽ നിന്ന് മാറ്റിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ പൊടിയിട്ടിട്ട് നല്ലോണം കൈകൊണ്ട് നല്ലോണം വലിച്ചെടുത്തിട്ട് ഈ ഒരു രൂപത്തിൽ തന്നെ നല്ലോണം നമുക്കിതിനെ കുഴച്ചെടുക്കണം. ഇതിന്റെ ഏറ്റവും സോഫ്റ്റ് വരുന്നത് ഇതുപോലെ നമ്മൾ കുഴച്ച് റെഡിയാക്കി എടുക്കുന്ന സമയത്താണ്. ആ ഒരു മിക്സിംഗ് ആണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ സോഫ്റ്റ് വരാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ മാവ്. ഇപ്പൊ ഇങ്ങനെ വലിക്കുമ്പോൾ നല്ലൊരു വലിഞ്ഞ രൂപത്തിൽ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിൽ കുറച്ച് എണ്ണ തടവിയിട്ട് കുറച്ച് ബട്ടർ തന്നെ ഞാൻ എടുത്തിട്ട് തടവി കൊടുക്കുകയാണ്. ആ ബട്ടർ നല്ലോണം പാത്രത്തിന്റെ ചുറ്റും തടവുക. കാരണം ഇത് പൊങ്ങി വരുന്ന സമയത്ത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ മാവ് നമ്മൾ നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം അതിനെ കുഴച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് നമുക്കിതിനെ ആ ഒരു ബൗളിൽ വെച്ചിട്ട് അതിന്റെ മുകളിലും കുറച്ചും കൂടെ ബട്ടർ ഇട്ട് നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഒട്ടിപ്പിടിക്കൂല. ഇനി ഇതുപോലെ ചെറിയൊരു നനവുള്ള തുണി കൊണ്ട് നമ്മൾ അടച്ചു വെക്കണം. അടച്ചിട്ട് ഒരു 2 മണിക്കൂർ ഞാൻ വെച്ചിട്ടുള്ളത്. ആ 2 മണിക്കൂറിന് ശേഷം എടുത്തപ്പോൾ നന്നായി പൊങ്ങി വന്നു. ഞാൻ ആ വെച്ചിരുന്ന ടവലിന്റെ മുകൾക്ക് ടവല് തന്നെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന തരത്തിൽ പൊങ്ങി വന്നിരുന്നു. അപ്പൊ അതിനെ മാറ്റിയതിന്റെ ശേഷമുള്ളതാണിത്. മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ആ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് തറയിൽ തന്നെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മാവിനെ അതിലിട്ടിട്ടൊന്ന് പരത്തിയെടുക്കാം.
പിന്നെ ഇങ്ങനെ ആയതിന്റെ ശേഷം നമ്മൾ ഒരുപാട് ഇട്ടിട്ട് കുഴച്ചെടുക്കരുത്. പിന്നെ പൊങ്ങി വന്ന മാവിനെ ഒരുപാട് കുഴച്ചെടുക്കരുത്. അതൊരു പ്രധാന കാര്യം തന്നെയാണ്. അതിനെ നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ പരത്തിയിട്ട് അതിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് നല്ലോണം കൈ വെച്ച് പരത്തി കൊടുക്കുക. അതിന്റെ ശേഷം ഇതുപോലെ റോള് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നമ്മൾ ഡോണറ്റിന് എത്രയാണോ കട്ടി ഉദ്ദേശിക്കുന്ന ആ ഒരു തരത്തിലുള്ള കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. ഏകദേശം ഈ ഒരു കട്ടി തന്നെ മതി. ഒരുപാട് നല്ലോണം കട്ടി കുറച്ചിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കരുത്. ഈ ഒരു രൂപത്തിൽ തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളടുത്ത് ഡോണറ്റ് ഉണ്ടാക്കുന്ന ഒരു ഷേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ ഒരു അടപ്പോ അല്ലെങ്കിൽ ഗ്ലാസ്സോ വെച്ചിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ നടുവിൽ നമുക്കൊരു ഷേപ്പും കൂടെ ഇടണം, ചെറിയൊരു ഹോളും കൂടെ ഇടണം. സത്യം പറഞ്ഞാൽ നമ്മുടെ വടയുടെ ഷേപ്പാണിത്. നമ്മളെ സാധാരണ നാടൻ വട ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇത് ഷേപ്പ് ഉണ്ടാക്കി എടുക്കേണ്ടത്. അപ്പോൾ വട നമ്മൾ മാവ് കയ്യിൽ വെച്ചിട്ട് വിരൽ കൊണ്ട് അതിനെ റൗണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിങ്ങനെ മാവിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ കേക്കിന്റെ ഒരു നോസിൽ എടുത്തിട്ട് അതിന്മേലാണ് നടുവത്തെ ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ കേക്കിന് ക്രീം ഉണ്ടാക്കുന്ന നോസിൽ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നടുവത്തെ ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡോണറ്റ്സിന്റെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബാലൻസ് വന്ന മാവ് കൊണ്ട് നമുക്ക് വീണ്ടും ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഡോണറ്റ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എടുത്തിട്ട് ഒരു ബട്ടർ പേപ്പറിലേക്ക് വേണം ഇതിനെ മാറ്റി വെക്കാനായിട്ട്. അതല്ലെങ്കിൽ ബട്ടർ പേപ്പർ കയ്യിലില്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ പൊടി തട്ടിയിട്ട് ആ പൊടിയിൽ വേണം ഇട്ട് വെക്കാനായിട്ട്. ചെറുതായിട്ട് പൊടി ഇങ്ങനെ വിതറി കൊടുത്തിട്ട് ആ പൊടിയിൽ വേണം ഇട്ട് വെക്കുക. ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പം ഞാനിതൊക്കെ ബട്ടർ പേപ്പറിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നമ്മളൊരു 10 മിനിറ്റ് വെക്കുന്നുണ്ട് ബട്ടർ പേപ്പറിലും. ഒരു 10 മിനിറ്റ് നേരം അതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഹീറ്റിലായിരിക്കണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന എണ്ണ ഉണ്ടായിരിക്കേണ്ടത്. ഓയിലാണ്. ആ ഒരു മീഡിയം ഹീറ്റിലുള്ള ഓയിലിലേക്ക് നമുക്ക് ഡോണറ്റ്സ് ഇട്ട് കൊടുക്കുക. ഒരുപാട് ചൂടായി പോകരുത്. അപ്പോൾ ഉണ്ടാവുക ഉള്ളു വേവാതെ പുറം പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അങ്ങനെ വരാതിരിക്കാനാണ് മീഡിയം ഹീറ്റിലിട്ടിട്ട് നമ്മൾ ഇതിനെ കുക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഡോണറ്റ് ചെറുതായിട്ട് ഷേപ്പ് മാറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബട്ടർ പേപ്പറിലേക്ക് എടുത്തു വെച്ചപ്പോൾ, കൈ കൊണ്ട് എടുത്തു വെച്ചപ്പോൾ അതിൻ്റെ ഷേപ്പ് ചെറുതായി മാറി. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് സൂക്ഷിച്ചിട്ട് ചെയ്താൽ നല്ല ഷേപ്പ് തന്നെ കിട്ടും. പക്ഷെ ടേസ്റ്റ് എപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു രൂപത്തിൽ തയ്യാറാക്കിയെടുത്താൽ. അപ്പോൾ നമ്മളിതിനെ പൊരിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ മീഡിയം ഹീറ്റിലിട്ടിട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു ജസ്റ്റ് ഗോൾഡൻ ബ്രൗൺ നിറക്കാവുന്ന ആ ടൈമിൽ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിക്കും കുറഞ്ഞ നിറത്തിലാക്കിയിട്ട് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കാൻ വൈകുന്തോറും ഇതിൻ്റെ കളർ എന്താ പറയുക, ഭയങ്കര ഡാർക്കായിട്ട് വരും. അത്രയ്ക്ക് ഡാർക്ക് ആവുമ്പോൾ അതൊരു കാണാനൊരു രസം കിട്ടൂല. എന്നിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനെയും കൂടെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പഞ്ചസാര നല്ല ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഡോണറ്റിൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ചെയ്യുന്നത്, ഒരു കോട്ടിങ് ഞാൻ കൊടുക്കുന്നത് ഇതുപോലെ പഞ്ചസാരയിൽ നല്ലോണം ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഒരുപാട് പൊടിയായി പോകരുത്. ഒന്നും കൊണ്ട് ക്രഷ് ചെയ്തെടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യത്തെ കോട്ടിങ് ഇതാണ് ഞാൻ കൊടുക്കുന്നത്. ഷുഗർ കോട്ടിംഗ് ആണ്. ഈ ഒരു രൂപത്തിലുണ്ടാവും നമ്മൾ കോട്ടിങ് കൊടുത്താൽ. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഡോണറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റത്തെ കോട്ടിങ് കൊടുത്തു കഴിഞ്ഞു. ഇനി രണ്ടാമത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കോട്ടിങ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഇതുപോലെ ഷുഗറിലുള്ള കോട്ടിംഗ് ആണ് ഞാൻ പറഞ്ഞു. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഷുഗറിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കുക. രണ്ടാമത് ഞാൻ ചെയ്തു കൊടുക്കുന്നത് ഇത് ചോക്ലേറ്റിൻ്റെ ഒരു കോട്ടിംഗ് ആണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 4 പീസ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 4 പീസ് എടുക്കുക. അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് ഒരു പീസ് ബട്ടർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ രണ്ടിനെയും കൂടെ നമുക്കൊന്ന് മൈക്രോവേവിൽ വെച്ചിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ബട്ടറും അതുപോലെ ചോക്ലേറ്റും കൂടെ നന്നായിട്ട് മിക്സായി വന്നു. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മുടെ ഡോണറ്റിനെ ഇട്ടിട്ട് ഒരു ഭാഗം ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കുക. വേണമെങ്കിൽ രണ്ട് സൈഡും റോൾ ചെയ്തെടുക്കുക.
അപ്പോൾ വെച്ചാൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഡോണറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ വെച്ചാൽ ആ ചൂടോട് കൂടി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഡോണറ്റിന്റെ ചൂട് മാറിയ ശേഷം ഒരിക്കലും കോട്ടിങ് കൊടുക്കരുത്. അപ്പോൾ പിടിച്ചു കിട്ടാൻ കുറച്ച് പണിയായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ഡോണറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും കുട്ടികൾക്കും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഡോണറ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.